നമുക്കിത് ഇനിയിപ്പോൾ ഇവിടെ കൊയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരെ കൊയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ മഴ നേരത്തായി. കാരണം ഈ ഏപ്രിൽ മെയ്യിലൊക്കെയാണ് ഞങ്ങൾ സാധാരണ കൊയ്യാറ്. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം കൊയ്ത്ത് മെഷീൻ യാതൊരു കുഴപ്പമില്ലാതെ ഉണങ്ങിയിട്ട് കൊയ്യാറാണ് പതിവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈക്കോലൊക്കെ നല്ല രീതിയിൽ കെട്ടിയെടുക്കാൻ പറ്റിയായിരുന്നു. ഇപ്രാവശ്യത്തെ കാലാവസ്ഥ വ്യതിയാനത്തില് ഒരുപാട് ആൾക്കാരുടെ കൃഷിയൊക്കെ വെള്ളത്തിലായി പോയി. ഒരുപാട് കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടാ ഈ ഒരു സീസണിൽ. അതായത് നമുക്ക് നല്ല രീതിയിൽ നെല്ല് പോലും കൊയ്തെടുക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതായത് കതിരായിട്ട് മുങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കൊയ്യാൻ വേണ്ടി പോകുന്നത് കർത്താർ ചെയ്യൻ, ഇന്ത്യയിലെ നമ്പർ 1 കൊയ്ത്ത് മെഷീനായിട്ടാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. കൊയ്യാൻ വേണ്ടി കൊയ്ത്ത് മെഷീനിൽ തന്നെ പലതരത്തിലുള്ള കൊയ്ത്ത് മെഷീൻ ഉണ്ട് കേട്ടോ. ഈ ടയർ വണ്ടി ഉണ്ട്, ഇതിനേക്കാൾ കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉണ്ട്. അതായത് ട്രാക്ടറിന്റെ എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ടയർ വണ്ടി വരാണ്ട് കൊയ്ത്ത് മെഷീൻ. അത് ഇത്ര നല്ല രീതിയിൽ നമുക്ക് നെല്ല്